ഷൊർണൂർ ദേശീയപാതയിൽ ഔലിയാടെ പുതിയ കറാമത്ത്. ജീവന് വേണ്ടി തുടിക്കുന്ന കാക്കയ്ക്ക് കൃത്രിമശ്വാസം കൊടുത്ത് ജീവൻ നൽകുന്നു ഔലിയ. ഈ വീഡിയോയിൽ ആ വോയിസിൽ കറാമത്തിന്റെ കാര്യം തമാശ രൂപേണ പറഞ്ഞത് എൻ്റെ വീടിൻ്റെ അവിടെയുള്ള മുജീബൊക്കെയാണ്. അതുപോലെ ആ കയ്യിൽ കാക്കയെ പിടിച്ച് CPR കൊടുക്കുന്നത് താജുക്കയാണ്, താജു പെഡാപ്സ്. ഇവരെ പറഞ്ഞത് തമാശയൊന്നുമല്ല കേട്ടോ, സീരിയസ് ആണ്. അത് മൃഗത്തിന്റെ കാര്യത്തിലാണെങ്കിലും പക്ഷിയുടെ കാര്യത്തിലാണെങ്കിലും മനുഷ്യന്റെ കാര്യത്തിലാണെങ്കിലും നമ്മളൊരു മരണപ്പെട്ടു എന്ന് വിചാരിച്ച ഒരാൾ ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന മരണ വാർത്തകളിലെ ഏറെക്കുറെയൊക്കെ കുഴഞ്ഞു വീണു മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകളാണ്. അതിന് പ്രത്യേകിച്ച് ഇപ്പോൾ പ്രായമൊന്നുമില്ല. 20 വയസ്സായാലും 30 വയസ്സായാലും 50 വയസ്സായാലും 80 വയസ്സായാലും കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ജിമ്മിൽ വെച്ച് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ ഇപ്പോൾ സാധാരണയാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ മരിച്ചു വീഴുന്നവർ വേണമെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് വരും, അല്ലെങ്കിൽ നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റും. അതിന് നമുക്ക് അമാനുഷികമായ കഴിവോ മറ്റു ദൈവസിദ്ധികളൊന്നും വേണ്ട. അതിന് നമ്മൾ ആ സാഹചര്യം സന്ദർഭോചിതമായിട്ട് ഉപയോഗപ്പെടുത്തണം. ആ സന്ദർഭോചിതമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ താജുക്ക ചെയ്യുന്നത് പോലെ CPR കൊടുക്കാൻ നമുക്ക് കഴിയണം. CPR എങ്ങനെയാണ് കൊടുക്കുക എന്നതിൻ്റെ ഒരു വീഡിയോ യൂട്യൂബ് ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഇടുന്നുണ്ട്. നിങ്ങൾ എന്തായാലും കാണണം. ഇത്തരത്തിലുള്ള കുഴഞ്ഞു വീണിട്ടുള്ള മരണങ്ങൾക്ക് CPR കൊടുത്താൽ ഒരു 80% മരണപ്പെട്ട ആൾ റിക്കവർ ആവുമെന്നതിൽ യാതൊരുവിധ സംശയമില്ല. അതിന് ഉദാഹരണമാണ് ഈ കാക്ക. ലൈൻ കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് നിലത്ത് വീണതാണ്, മരണപ്പെട്ടു ആ കാക്ക. പക്ഷേ കൃത്യമായി CPR താജുക്ക കൊടുത്തപ്പോൾ മരണപ്പെട്ട കാക്ക ഉയർത്തെഴുന്നേറ്റു. അതൊരു കാരുണ്യമാണ്. അത് ആ പക്ഷിയോടോ അല്ലെങ്കിൽ മൃഗങ്ങളോടോ മനുഷ്യന്മാരോടോ നമ്മൾ ചെയ്യുന്ന കാരുണ്യമാണ്. ആ കാരുണ്യം കാണിക്കാൻ വേണ്ടി എല്ലാവരും നിർബന്ധമായി CPR എങ്ങനെ കൊടുക്കുക എന്നുള്ളത് പഠിച്ചിരിക്കണം, നിർബന്ധമായിട്ടും. അപ്പോൾ ആ കാക്ക ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. താജുക്ക അതിനെ വീട്ടിൽ കൊണ്ടുപോയി ഒരു 2 ദിവസം ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്തു. അതിൻ്റെ കാലൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റും ഭക്ഷണമൊക്കെ കൊടുത്ത് ആ കാക്ക ഹാപ്പിയാണ്. ആ കാക്കനെ കാണുന്നത് ഈ കുട്ടികളും ഹാപ്പിയാണ്. നിങ്ങളും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. കുട്ടനല്ലൂരിലെ കളിക്കളത്തിൽ ഒരു യുവാവ് ഹൃദയാഘാതം വന്ന് വീഴുന്നു. സാധാരണ ഈ സന്ദർഭത്തിൽ ഡോക്ടർമാരുടെ അടുത്തേക്ക് പാഞ്ഞു കൊണ്ടുപോവുകയാണ് പതിവ്. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, ഒരു കൂട്ടം ഡോക്ടർമാരാണ് തൊട്ടടുത്ത കളിക്കളത്തിൽ പരിശീലനം നടത്തിക്കൊണ്ടിരുന്നത്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സമയോചിതമായ ഇടപെടലിലാണ് ആ യുവാവ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. CPR സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു 30 മിനിറ്റ്സോളം നമുക്ക് കണ്ടിന്യൂസ് CPR വേണ്ടി വന്നു. ബ്ലോക്ക് ഉണ്ടായിരുന്നത് ഒരു പ്രധാന രക്തക്കൊള്ളായിരുന്നു. അത് 5 പ്ലാസ്റ്റ് ചെയ്തു. പുള്ളി സുഖം പ്രാപിച്ചു വരുന്നു. ആ ഒരു സമയത്ത് താങ്കളാണല്ലോ ആദ്യം കണ്ടത്. ആ ഒരു സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലൂടെ കടന്നുപോയത്? ചുറ്റുമുള്ളവരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? 2 കൂട്ടുകാരെ ആളെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ ആൾക്കൊരു റെസ്പോൺസും ഇല്ലായിരുന്നു. പിന്നെ ഈ ഇടയായിട്ട് നമ്മൾ കാണുന്നതാണ് കളിക്കളത്തിലൊക്കെ പലരും കുഴഞ്ഞു വീഴുന്നും മരിക്കുന്നതൊക്കെ ആയിട്ട്. അപ്പം പെട്ടെന്ന് തന്നെ അപകടം വണത്തു. അങ്ങനെ പെട്ടെന്ന് പോയി പൾസ് നോക്കിയും പൾസില്ല. പെട്ടെന്ന് ഇനീഷ്യേറ്റ് ചെയ്യായിരുന്നു CPR. അത് നമ്മൾ തുടർന്നുകൊണ്ടിരുന്നു. എത്ര